തിരിഞ്ഞു നോക്കാതെ പോലീസ് വണ്ടി പോവാണ് സാർ. അങ്ങയുടെ പോലീസിന് എന്താണ് പറ്റിയത് സാർ? എന്നിട്ട് പറയണ ആള് മാറിയാണ് ചെയ്തതെന്ന്. അവിടെ വേറെ ബാറിലൊരു ബഹളം ഉണ്ടായിരുന്നു, അവരാണെന്ന് ധരിച്ചാണ് ഇവരെ ചെയ്തതെന്ന്. ഇങ്ങനെ ആള് മാറി അടിക്കുന്നവർ അത് ഗൗരവം കൂടുമല്ലോ സാർ. ഇത്ര വെളിവില്ലാത്തവരെ പോലീസിൽ എടുക്കാൻ പറ്റുമോ സാർ? അവനെ ഒരു കാലത്തും പോലീസിലേക്ക് തിരിച്ച് ഏൽപ്പിക്കാൻ പാടില്ല. ഈ കുടുംബത്തിന്റെ പരാതി പ്രകാരം ഉള്ള കേസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബമാണ്. അവരെ ക്രൂരമായി ബത്സിച്ചിട്ടാണ് അവരെ ആക്രമിച്ചത് പോലീസ്. അത് മഫ്റ്റിയിലുള്ള പോലീസാണ്. എന്നിട്ട് ആ പോലീസിനെതിരെ നിങ്ങൾ അവരുടെ പരാതിക്കനുസൃതമായിട്ടുള്ള കേസെടുത്തോ? സിത്താര മോൾക്കും കുടുംബത്തിനും ആ പരാതി സാർ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഒരുപാട് സംഗതികൾ കേരളത്തിൽ നടക്കുകയാണ്. അങ്ങയുടെ പോലീസിന്റെ സമനില തെറ്റിയിരിക്കുകയാണ് സാർ. ആലപ്പുഴയിൽ പോലീസുകാരൻ ഹെൽമെറ്റ് ഉപയോഗിച്ച് ഓട്ടോ ഡ്രൈവറുടെ തലക്കടിച്ച് പൊളിച്ചു എന്നാണ് ഒരു വാർത്ത കേട്ടത്. ഹെൽമെറ്റ് വെക്കുന്നത് തല സംരക്ഷിക്കാനാണ് സാർ. ഈ ഹെൽമെറ്റ് പോലീസുകാരനെ അയാളെ തല അടിച്ച് പൊട്ടിക്കാനാണെങ്കിൽ എന്താ സാർ ആ ഹെൽമെറ്റ് കൊണ്ട് കാര്യം? ഹെൽമെറ്റിന്റെ ബലം പരിശോധിക്കുന്ന പോലീസായിട്ട് സാർ മാറുകയാണ് സാർ. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ ഇവിടെ എന്താണത് ചിലർ സൂചിപ്പിച്ചു, 82കാരിയായ ഒരു വൃദ്ധ വീടുകളിൽ കയറി ഭിക്ഷ യാചിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ, ഒരു മുത്തശ്ശി, അതിനെ ഒരു പോലീസുകാരൻ വീട്ടിലേക്ക് വിളിക്കുകയാണ്. 10 റുപ്യ കാണിച്ചിട്ട് ഇങ്ങോട്ട് വാ വിളിച്ചു. അവർ വന്നപ്പോൾ അതിനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിട്ടിട്ട് അതിൻ്റെ കയ്യിലുണ്ടായിരുന്ന 352 രൂപ ഈ പോലീസ് തട്ടിപ്പറിച്ചെടുത്തു. 352 രൂപ. കേരള പോലീസിന്റെ അവസ്ഥ എവിടെയാണ് സാർ? കേരള പോലീസിന്റെ അവസ്ഥ എന്താണ് സാർ? സാർ, ഇത് ഈ ഗഡു കൊടുക്കാത്തൊക്കെ ഇതിനെ ബാധിക്കുന്ന തോന്നണേ അല്ലേ? പോലീസൊക്കെ അതിനെ പിടിച്ചു പറിക്കാൻ തുടങ്ങുകയാണ്. ഗഡു സമയത്തിന് കൊടുക്കാത്തതിൽ പ്രശ്നമാണോ എന്ന് ഒന്ന് നിങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. 352 രൂപക്ക് സാർ ആ മുത്തശ്ശി ജീവിതത്തിൽ ഗതിയില്ലാഞ്ഞിട്ടാണ് പലരെയും കണ്ട് യാചിച്ച് ജീവിക്കുന്നത്. ഇതിനെ നീചമെന്നും ക്രൂരമെന്നും മനുഷ്യത്വ വിരുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ അത് നാണിച്ചു പോകും. അത്ര പൈശാചികമായ സംഭവങ്ങൾ നടക്കുകയാണ് സാർ. സാർ, ക്രൈം റെക്കോർഡ് ബ്യൂറോ DYS